അരി കുതിർക്കാനോ അരക്കാനോ ഒന്നും നിൽക്കണ്ട, അപ്പക്കാരും ആവശ്യമില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മൾ അരി അരച്ചിട്ട് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തേങ്ങ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാനുണ്ട്. 2 അച്ച് ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് മെൽട്ടാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് 1/4 കപ്പ് റവ എടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 5 മിനിറ്റെല്ലാം വെച്ചാൽ മതി കേട്ടോ. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ റവ എല്ലാം നല്ലോണം സോക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഈ റവ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽട്ടാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ ഇതുപോലെ അരിച്ചിട്ട് ഒഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നേന്ത്രപ്പഴമാണ് വേണ്ടത്. പഴം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. വലിയ നേന്ത്രപ്പഴമായതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഫുള്ളായിട്ട് എടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് എള്ളും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മാവ് റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് ഓയിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡയെല്ലാം ചേർത്ത് കുറേ സമയം റെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഉണ്ടാക്കല്. പക്ഷേ നമുക്കിതാ ഈ ഒരു ഉണ്ണിയപ്പത്തിന് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. അതേപോലെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഈ വിഷുവിനും കൂടി ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. നമ്മൾ റവനെ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളറെല്ലാം നല്ലോണം മാറി വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് അരി അരച്ചിട്ട് മാത്രമല്ല റവ വെച്ചിട്ടും ഇതേപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.